ചരിത്രപ്രധാനമായ ഈ സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ഇന്ന് എന്റെ പ്രസംഗം ആരംഭിക്കുന്നു. ഇന്ന് ഭൂരിപക്ഷം തെളിയിക്കേണ്ട മുഖ്യമന്ത്രി അവർക്ക് ഇന്നലെ തന്നെ എന്റെ ആശംസകൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മുഖ്യമന്ത്രി ചെയ്ത നല്ല കാര്യങ്ങളെയും നാം അഭിനന്ദിച്ചിട്ടുണ്ട്. പ്രതിപക്ഷങ്ങളെ ശത്രുപക്ഷമായി കാണാതെ എല്ലാവരെയും നേരിൽ കണ്ട് രാഷ്ട്രീയത്തിലൊരു മാന്യതയും പാരമ്പര്യവും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സ്വാഗതാർഹമാണ്. അതുപോലെ നിങ്ങളുടെ ആദ്യ പ്രഖ്യാപനത്തിൽ തന്നെ സ്ത്രീകളെ സംരക്ഷിക്കുമെന്നും അതുപോലെ മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടുമെന്നും പറഞ്ഞത് ജനങ്ങളാൽ സ്വാഗതം ചെയ്യപ്പെട്ടു. ആ നിലയിൽ ആദ്യം 717 മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടിയത് മൊത്തം തമിഴ്നാട് ജനതയും സ്വാഗതം ചെയ്തു. ക്ഷേത്രങ്ങൾക്കും സ്കൂൾ വളപ്പുകൾക്കും അടുത്തുണ്ടായിരുന്ന മദ്യഷാപ്പുകൾ ആദ്യമായി നമ്മൾ ആദ്യഘട്ടത്തിൽ ഇന്ന് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അടുത്തതായി ഇന്ന് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഒരു പ്രഖ്യാപനം സർക്കാർ വഴി വന്നിട്ടുണ്ട്. അതിനെയും DMDK സ്വാഗതം ചെയ്യുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി അവർകളെ അന്ന് നിങ്ങൾ അധികാരമേറ്റപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ ഭരണം സുതാര്യമായ ഭരണമായിരിക്കും, ജനങ്ങൾക്കും തമിഴ്നാടിനും ഒരു മാതൃകാപരമായ ഭരണമായിരിക്കുമെന്നാണ്. അതുപോലെ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വന്നവനല്ല, മറിച്ചൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നവനാണ് നിങ്ങൾ എന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനെ എല്ലാവരും സ്വാഗതം ചെയ്തു. ജനങ്ങളും സ്വാഗതം ചെയ്തു. നമ്മൾ പറയുന്ന വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം എന്നതിൽ ആർക്കും ഭിന്നാഭിപ്രായമില്ല. ചരിത്രപ്രധാനമായ ഈ സഭയിൽ ഇന്ന് ഭൂരിപക്ഷം തെളിയിക്കേണ്ട ഈ നിമിഷത്തിൽ ആദ്യമായി മനോവിഷമത്തോടെ ഞാൻ ഒന്ന് രേഖപ്പെടുത്തുന്നു. ഇവിടെ കുതിരക്കച്ചവടം നടത്താനായി ഇന്ന് പ്രതിപക്ഷങ്ങൾ എല്ലാവരും തന്നെ പറയുമ്പോൾ ഇതുവരെ തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിൽ നടക്കാത്ത ഒരു കാര്യം, അതും ചരിത്രപ്രധാനമായ ഈ സഭയിൽ ഈ സുപ്രധാന ദിനത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതിൽ സത്യത്തിൽ ഞാൻ മനംനൊന്താണ് ഇരിക്കുന്നത്. അതുപോലെ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, ഇവിടെ മുഖംമൂടി ധരിച്ച് ആരും പോകേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഒരു സുതാര്യമായ ഭരണമാണ് നൽകുകയെന്ന്. അങ്ങനെ ഇരിക്കെ മുഖ്യമന്ത്രിയെ കാണാൻ ആരാണ് അന്ന് മുഖംമൂടി ധരിച്ച് വാഹനത്തിൽ പോയത് എന്ന് തീർച്ചയായും ജനങ്ങളെ അറിയിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ ആവശ്യപ്പെടുന്നു. കാരണം അത് കുതിരക്കച്ചവടമാണെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു നാണക്കേട് ഈ ചരിത്രപ്രധാനമായ സഭയിൽ മറ്റൊന്നുമില്ല. തീർച്ചയായും മുഖ്യമന്ത്രി അതിന് മറുപടി നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നല്ല ഞാൻ വന്നതെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ എല്ലാവരും സ്വാഗതം ചെയ്തു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ രാജഗുരുവായിരിക്കുന്ന മിസ്റ്റർ രത്തൻ പണ്ഡിറ്റ് എന്നയാളെ രാഷ്ട്രീയ സ്പെഷ്യൽ ഓഫീസറായി സർക്കാർ ജോലിയിൽ നിയമിച്ചതിനെ മൊത്തം തമിഴ്നാട് ജനതയ്ക്ക് വേണ്ടി ഈ ചരിത്രപ്രധാന സഭയിൽ ഞാൻ ശക്തമായി അപലപിക്കുന്നു. അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് രാജഗുരുവാണെങ്കിൽ അദ്ദേഹത്തെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കായി കൂടെ നിർത്തണം. എന്നാൽ അദ്ദേഹത്തെ സർക്കാർ ഉന്നത പദവിയിൽ കൊണ്ടുവരുമ്പോൾ യുവാക്കൾ നിങ്ങളെ വിശ്വസിച്ചാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഈ യുവാക്കൾക്ക് നിങ്ങൾ എന്ത് ഉദാഹരണമാണ് നൽകുന്നത്? എന്ത് ചരിത്രമാണ് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്? വരും കാല യുവാക്കൾക്കും ഭാവി തലമുറയ്ക്കും ഇതിലൂടെ നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നത് തീർച്ചയായും വ്യക്തമാക്കണം. കാരണം ഇന്ന് ജനങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിച്ച് യുവാക്കളുടെ കയ്യിൽ ഭരണം ഏൽപ്പിച്ചിരിക്കുകയാണ്.